വോട്ട് കൊള്ളയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. ഗ്യാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. और मैं आपसे आग्रह कर रहा हूं और चेतावनी दे रहा हूं, अगर आपने सरकारी संपत्ति को तोड़ने का प्रयास किया तो मुझे कुछ निर्णायक फैसले करने पड़ेंगे और देश की जनता आपको देखेगी. വോട്ട് കൊള്ള വിഷയത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ നീക്കം. സ്പീക്കറുടെ ചെയറിന് തൊട്ടുമുന്നിലേക്ക് വരെ എത്തി പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. സ്പീക്കറുടെ ഡയസിൽ കൈകൊണ്ടടിച്ച് പ്രതിപക്ഷം ശബ്ദമുണ്ടാക്കിയതോടെ പൊതുമുതൽ നശിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള താക്കീത് നൽകി. അങ്ങനെ വലിയ നാടകീയ കാഴ്ചകളായിരുന്നു ലോക്സഭയിൽ. രാജ്യസഭയും പ്രതിപക്ഷ ബഹളത്തിൽ സ്തംഭിച്ചു. പാർലമെന്റ് കവാടത്തിലെ ധർണയ്ക്ക് ശേഷമായിരുന്നു സഭയ്ക്കുള്ളിലെ നീക്കം. വോട്ടുകൊള്ള വിഷയത്തിൽ മറുപടി പറയാതെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനും രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം തീരുമാനിച്ചു. ഇതിനായി ഇരുസഭകളിലും ഒപ്പുശേഖരണം ആരംഭിക്കും. അങ്ങനെ വലിയ രാഷ്ട്രീയ നീക്കമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ തുടരുന്നത്. റിപ്പോർട്ടർ, ദില്ലി.